ഒരുവിധം എല്ലാ വീട്ടമ്മമാരും ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും സാധനം കൂടുതൽ ദിവസം വെച്ച് ചീത്തയായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടോ ഒക്കെ ഫ്രിഡ്ജിൽ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പോഴൊക്കെ ഇതെങ്ങനെ പെട്ടെന്ന് കളയും അല്ലെങ്കിൽ ഫ്രിഡ്ജ് എങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി എടുക്കാം എന്ന് ആലോചിക്കാറില്ലേ? അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ഓഫ് ചെയ്ത് അതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റി വയ്ക്കണം. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇനി ഇത് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് 2 ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ടാക്കാം. വൈറ്റ് വിനെഗർ, അതായത് നമ്മുടെ വിനാഗിരി, ഇതും വെള്ളവും സമാസമമായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അതായത് ഇപ്പോൾ 1/4 കപ്പ് വിനാഗിരി എടുത്താൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. ഇത് കയ്യിൽ തൊടുമ്പോൾ അലർജി ഉണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ മിക്സ് ചെയ്താൽ മതി. ഇതൊരു സ്പോഞ്ചിലോ തുണിയിലോ മുക്കിയെടുത്ത് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. ഇതല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുക്കാം, അതിന്റെ നീര് ഒരു ബൗളിലേക്ക് പിഴിഞ്ഞെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പോഞ്ചോ തുണിയോ ഉപയോഗിച്ച് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. ഈ 2 മെത്തേഡിൽ ഏതാണോ എളുപ്പം എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ആദ്യം ഫ്രിഡ്ജ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അതിനുശേഷം സാധാരണ പോലെ ഒരു നനഞ്ഞ ടവല് കൊണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാം. ഈ ക്ലീനിങ് സൊല്യൂഷൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാവൂ, പുറമേക്ക് ഉപയോഗിക്കണ്ട. ഒരുപാട് കാലം ഇങ്ങനെ പുറമേക്ക് ഉപയോഗിക്കുമ്പം അതിന്റെ കളർ ഒന്ന് മങ്ങാൻ ചാൻസ് ഉണ്ട്. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഉണങ്ങിയതിന് ശേഷം സാധനങ്ങളൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് അടിയിൽ വിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അഥവാ ഫ്രിഡ്ജിൽ എന്തെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കവർ മാത്രം എടുത്ത് മാറ്റിയാൽ മതി. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് സൂക്ഷിക്കണം. ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞ് വെക്കരുത്. ശരിക്കും മൂടാതെ സാധനങ്ങൾ വെക്കുമ്പോൾ പലവിധ സ്മെല്ല് കൂടിച്ചേർന്നിട്ടാണ് ഒരു ചീത്ത സ്മെല്ല് പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ മൂടാതെ വെച്ച എല്ലാ സാധനങ്ങൾക്കും ആ സ്മെല്ല് വരും. ഇപ്പൊ നമുക്കൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ടൈം ഇല്ല എങ്കിലും ഫ്രിഡ്ജിന്റെ ഉള്ളിലെ ബാഡ് സ്മെല്ല് മാറി ഫ്രഷ് ആക്കാനായിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട്. ഒരു ചെറിയ പാത്രത്തിലേക്ക് അല്പം ബേക്കിംഗ് സോഡ എടുക്കാം. ഇത് മൂടേണ്ട ആവശ്യമൊന്നുമില്ല, മൂടാതെ തന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കണം. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയ്ക്ക് ഒരു സ്മെല്ലും ഇല്ല, പക്ഷെ അത് പുറമേ ഉള്ള സ്മെല്ല് മുഴുവനും വലിച്ചെടുത്തിട്ട് എയർ ഫ്രഷ് ആക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ മറ്റൊരു ഈസി മെത്തേഡാണ് ചെറുനാരങ്ങ. ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് 2ആയി മുറിക്കാം. എന്നിട്ട് ഈ കഷ്ണങ്ങൾ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ വീട്ടിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ തൊലി കളയരുത്. ഓറഞ്ചിന്റെ തൊലി ഒരു നെറ്റ് ക്ലോത്തിന്റെ ഉള്ളിൽ കെട്ടിയെടുക്കാം. ഇത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. ആ ഒരു ചീത്ത സ്മെല്ല് പെട്ടെന്ന് മാറി വരും. മറ്റൊരു സിമ്പിൾ മെത്തേഡാണ് കാപ്പിപ്പൊടി. നമുക്ക് അല്പം കാപ്പിപ്പൊടി ഒരു തുണിയിലേക്ക് കെട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ കാപ്പിപ്പൊടി എടുക്കാം. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാം. അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിന്റെ ചീത്ത സ്മെല്ല് മാറി എയർ ഫ്രഷ് ആയി കഴിയുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജ് പണി തരുമ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്